ഹായ് നമസ്കാരം. ഇതിന്റെ മോട്ടോ വോൾട്ടിന്റെ അർബൻ എന്ന് പറഞ്ഞ ഇലക്ട്രിക് സൈക്കിളിന് അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അപ്പൊ കുറച്ച് സംശയങ്ങളായിട്ട് നമ്മളെ സുഹൃത്ത് വന്നിട്ട് നാദൃശ എന്ന് വരും. ഓക്കെ, അത് ചോദിച്ചോ, എന്ത് സംശയങ്ങൾ ചോദിച്ചോ. ഇത് വാങ്ങിയത് നമ്മളിവിടുത്തെ ഷോപ്പുകളൊന്നുമില്ല, എറണാകുളം ബേസ് ചെയ്തിട്ട് ഷോപ്പുകളുണ്ടെന്ന് തോന്നുന്നു. നമ്മളിവിടെ അങ്ങനെ കുറെ അന്വേഷിച്ച് കിട്ടിയില്ല. ഇത് ആമസോൺ വഴി പർച്ചേസ് ചെയ്ത് ഡെലിവറി അവര് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് വീട്ടിലെത്തിച്ചു. ഇതിപ്പോ എത്ര നാളായി? ഏകദേശം 1 വർഷത്തോളം ഞാനിത് യൂസ് ചെയ്ത് 4500 കിലോമീറ്റർ ഞാനിപ്പോൾ ഇതിൽ ഓടി. 1 വർഷത്തോളം. ഇപ്പൊ കൂടുതലും ഫാദറാണ് യൂസ് ചെയ്യാറ്, കടകളിൽ മറ്റുള്ളവരൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം അടിപൊളിയാണ് വണ്ടി. ഇതിന്റെ റേഞ്ച് ഒറ്റ ചാർജറിൽ എത്ര ദൂരം പോകും? ഒറ്റ ചാർജിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 60 കിലോമീറ്ററോളം നമുക്ക് ഇതിൽ ഇലക്ട്രിക് മോട്ടോർ വെച്ച് മാത്രം ഉപയോഗിക്കാം. ഇതിൽ പെഡൽ അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്ന് വെച്ചാല് ഇത് 3 സ്പീഡിനുള്ളു, 1, 2, 3. ഇതിൽ 1-ലിട്ടിട്ട് പെഡൽ അസിസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 120 കിലോമീറ്ററോളം പോവാം. ചില നമ്മൾ ചവിട്ടേം വേണം. അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു 120 കിലോമീറ്റർ കിട്ടും. അല്ലാത്ത പക്ഷം നമ്മൾ മോട്ടോർ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 60 കിലോമീറ്റർ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ലോഡൊക്കെ വെക്കാൻ പറ്റുമോ? ലോഡ് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ 1-2 തവണ ഒരാളെ പോയിട്ടുണ്ട്. ലോഡ് എടുത്തുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. നമുക്കാണെങ്കിൽ ഇതിനിടയിൽ നമുക്ക് എടുക്കുവാണെങ്കിൽ ലോഡിരുന്ന് പോയി നമുക്ക് കാണിച്ചു കൊടുക്കാം. സിമ്പിളായിട്ട് പോകാന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം 25-26 കിലോമീറ്റർ സ്പീഡ്, ആ ഒരു സ്പീഡിൽ നമുക്ക് യൂസ് ചെയ്ത് പോവുകയും ചെയ്യാം. സർവീസ് കാര്യങ്ങളിൽ ഇപ്പോൾ കുറേ പേർക്ക് ടെൻഷൻ, കാരണം ഇത് ഓൺലൈൻ വഴി എടുത്തു കഴിഞ്ഞാൽ ഇതിൽ പറ്റി കഴിഞ്ഞാൽ പ്രശ്നമാവോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിപ്പോൾ നമുക്ക് കസ്റ്റമർ കെയറിന്റെ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് നമുക്ക് സർവീസ് ഒക്കെ ചെയ്തു തരും. പക്ഷേ ഞാൻ ചെയ്ത് നമ്മളുടെ അടുത്തുള്ളൊരു സൈക്കിൾ ഷോപ്പ് ഉണ്ട്, നമ്മൾ അത്യാവശ്യം നല്ലൊരു ഫേമസ് ആയ കട, അവിടെ പോയിട്ട് ഞാൻ ചെയ്തത്. ഇതിനധികം സർവീസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്കങ്ങനെ വേറെ ഒരു ഇലക്ട്രിക് ആണല്ലോ, വേറെ ഒന്നുമില്ല, സാധാ സൈക്കിളിന്റെ ഒരു സെറ്റപ്പും വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് യാതൊരു പ്രശ്നം ഇതുവരെ ഇല്ല. ടയറും കാര്യങ്ങളൊക്കെ അതെ. വേറെ കറണ്ട് എന്ന് പറഞ്ഞാല് ഇത് 4 യൂണിറ്റിന് ഇതിന്റെ ഫുൾ ചാർജ് വരാം. അപ്പൊ ഒരു യൂണിറ്റിന് വീട്ടിലൊക്കെ ഏകദേശം ഒരു 7 രൂപ 4 ആ റേഞ്ച് അല്ലേ. ഒരു 10-25 രൂപയ്ക്ക് നമുക്ക് ഫുൾ ചാർജ് ആവാം, 10-60 കിലോമീറ്റർ ഓടാം. ഇത് ചാർജിങ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടും കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം സുഖമായിട്ട്. നമുക്ക് ഇത് ചാർജ് അകത്ത് പോയി ചാർജ് ചെയ്തിട്ട് നമുക്ക് ഫുൾ ചാർജ് ചെയ്യുന്നതിന് ശേഷം നേരെ അതേപടി ഫിക്സ് ചെയ്യാം. ചാർജർ വീടിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്, കേബിൾ വെറുതെ സിമ്പിളായിട്ട് ട്യൂബിനെടുത്ത്. ഇതിലെന്തൊക്കെ അറിയാൻ പറ്റുമോ? ഇതിൽ നമുക്ക് ഓൺ ആക്കണ്ട്. അതിനുശേഷം നമുക്ക് ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് വിളിച്ച് ഇത് ഓൺ ആവും. അതല്ലേ ഇതിൽ 1, 2, 3 ഇതൊരു ഫുൾ സ്പീഡിൽ പോണത്. ഇതിൽ നമ്മൾ ഓഡോമീറ്റർ കണ്ട 4303 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പൊ ചാർജിന്റെ ഫെസിലിറ്റി അറിയാൻ പറ്റും. അതേപോലെ നമ്മൾ ഓടുന്ന കിലോമീറ്റർ ഇവിടെ അറിയാൻ പറ്റും. അതേപോലെ ഹെഡ് ലൈറ്റിന്റെ ഓൺ ഓഫ് ഉണ്ട്. ഇവിടെ ഹെഡ് ലൈറ്റ് ഉണ്ട്, ഇവിടെ ചെറിയ ഹെഡ് ലൈറ്റിന് ഹോൺ ഉണ്ട്. എത്ര ദൂരം വരെ പോയിട്ടുണ്ട്? ഇതായിട്ട് ഞാനൊരു അധികം ദൂരം പോയിട്ടില്ല, ഒരു 30 കിലോമീറ്റർ. 2 ആകുമ്പോൾ ഒരു 60 കിലോമീറ്റർ. 60 കിലോമീറ്റർ റേഞ്ച് ഏകദേശം കിട്ടും. 60 കിലോമീറ്റർ ഞാൻ ചാർജ് ചെയ്യുന്നത്. ഞാനിത് ഇതിലേറ്റവും 0% എത്തിച്ചിട്ടില്ല. ഒരു 65-70 പോയിരിക്കും. പക്ഷെ 60 എൻ്റെ മിനിമം. അതിൽ എന്തായാലും അത് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ 0 ആക്കാൻ നിന്നിട്ടില്ല. 0 ആയി കഴിഞ്ഞാൽ ബാറ്ററിക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം നമുക്കിത് ആർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും? ഇത് റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ അടുത്തിപ്പോ ഒരു 10 കിലോമീറ്റർ ദൂരമുള്ള സ്കൂൾ കുട്ടികൾ ചെറിയൊരു അത്യാവശ്യം സ്കൂളിൽ പോയി വരാനൊക്കെ പറ്റിയത്, ഇല്ലെങ്കിൽ കുറച്ച് പ്രായ ആളുകൾ, എല്ലാവർക്കും യൂസ് ചെയ്യാം. ബ്രോ, ഇതിന്റെ പ്രധാന ചോദ്യം നമ്മൾ ചോദിച്ചില്ല, അതാണ് കോസ്റ്റ്. അതൊരു പ്രധാന ചോദ്യം. ഇതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാല് ആമസോൺ വഴി ഞാൻ 50,000 രൂപയാണ് ഇതിന്റെ ഷോപ്പിലൊക്കെ ഉള്ളത് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ഒരു 45,000 രൂപ നമുക്ക് ആമസോണിൽ നിന്ന് നമുക്ക് 45,000 രൂപ അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല. ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് എടുത്താണോ? അതില് നമുക്ക് ഞാൻ റെഡിക്കേഷൻ ചെയ്തത് അതിൽ EMI ഓപ്ഷൻ ഉണ്ട്. ആമസോണിൽ EMI ഓപ്ഷൻ ഒക്കെ ഉണ്ട്. നമുക്ക് നമ്മളെ ബജാജ് കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ ക്രെഡിറ്റ് കാർഡുകൾ, അങ്ങനെ പല ഓപ്ഷൻസുകളുണ്ട്, EMI ഓപ്ഷൻസുകളുണ്ട്.
ഞാനത് റെഡി ക്യാഷ് പേയ്മെന്റ് ചെയ്തിട്ട് എടുത്ത്. ഹായ് ഗൈസ്, അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ ബൈ.